ആമ്മ ഓ ഞാൻ എത്തി വീടിന്റെ മുമ്പെത്തി. ഇല്ലെന്നേ ബസ്സിലാ വന്നേ, ഓട്ടോ ഒന്നും കിട്ടിയില്ല. കല്ലെന്തേലും കഴിച്ചാമ്മ? ദൈവമേ, ഈ കൊച്ചൊന്നും കഴിച്ചില്ല ഇതുവരെ. ഇനി ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കും, മിഠായി മേടിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കും. അതൊന്നും മേടിച്ചു കൊടുക്കരുത് കേട്ടോ. അമ്മയൊന്നും കഴിച്ചില്ലല്ലോ, അമ്മയും കഴിക്കും. ശരി എന്നാ ഞാൻ വിളിക്കാം. എവിടെ പോയതാ? ഞാൻ ജസ്റ്റ് നമ്മുടെ പാറമടയുടെ സൈഡിലോട്ടൊന്ന് പോയതാണ്. ഞാൻ നമ്മളിങ്ങനെ ഇവിടെ നിന്നപ്പോഴേ രണ്ട് പിള്ളേർ അങ്ങോട്ട് പോണു. ഡ്രൈവേഴ്സ് അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ട്. അത് അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് എന്തോ ഒരു വശവശം അടിച്ച് ഞാൻ പുറകെ പോയതാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവരെ ഷെഡി ഇരിക്കണ്. ഞാൻ നോക്കിയപ്പോൾ ഒരു ടക്കനൊരു ചിരി ഇങ്ങനെ കയറിട്ട് എനിക്കെന്തോ അങ്ങോട്ട് സെറ്റായില്ല. എവിടെയുള്ള പിള്ളേരെ ആന്ന് പറഞ്ഞൂടാ, എവിടെ ഉള്ളതോ എന്തോ. പിള്ളേര് അവിടെ എവിടെയെങ്കിലും ഇരിക്കത്തേടാ, നിനക്കെന്താ? ഇരിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ചേച്ചിക്ക് പണ്ടത്തെ കാര്യം ഓർമ്മയില്ലേ? എന്ത് കാര്യം? ഒരുത്ത അവിടെ പോയി കിടന്ന് ഉറങ്ങിയിട്ട് രാത്രി വിളിച്ചോണ്ടിറങ്ങി ഓടിയത്. ആ ഏത് കാര്യം? ചേച്ചി ഇത് കേട്ടിട്ടില്ല? ഞാൻ ചേച്ചിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ചേച്ചി ആ സ്ഥലവേ ഒരുമാതിരി വശവശ പിടിച്ച സ്ഥലമാണ്. രാത്രി ഭയങ്കര നെഗറ്റീവാണ് അവിടെ. രാത്രി ഭയങ്കര നെഗറ്റീവാ? ഓ, അപ്പൊ പകല് നെഗറ്റീവ് എവിടെ പോകും? സദ്യ ഉണ്ടാൻ പോവും? പകല് നെഗറ്റീവ് എവിടെയും പോവില്ല. പകല് നെഗറ്റീവ് ഒക്കെ ഉണ്ട്, പക്ഷെ രാത്രിയുടെ അത്ര ഇല്ല എന്നാണ് എന്റെ വിഷയം. സാറിന് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആയിട്ടുണ്ടോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ഇല്ലല്ലോ. അല്ല അന്നേ ഒരു ദിവസം ഞാൻ ചൂണ്ടയിടാൻ പോയത്. ചൂണ്ടയിടാൻ പോയ സമയത്ത് ഞാൻ സമാധാനമായിട്ട് ചൂണ്ടയിട്ടോണ്ടിരിക്കുന്ന സമയത്ത് ടക്കനൊരു വിളി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഒറ്റ മനുഷ്യനവിടെ കാണാനില്ല. ആര് നിനക്ക് തോന്നിയായിരിക്കും? അല്ല ചേച്ചി, സീരിയസ് ആയിട്ടൊന്ന്. എടാ പോടാ, നിന്നെ പോലുള്ളവന്മാരാണോ ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ടുള്ളവരൊക്കെ പേടിപ്പിക്കണത്? ഓ തന്നെ അനുഭവം വരുന്നിടം വരെയും വിശ്വാസം ഒന്നും കാണൂല. അനുഭവം അങ്ങോട്ട് വന്നു കഴിഞ്ഞാ ഉള്ളംകാല് പോലെ ഒന്ന് വിറക്കി. ആദ്യ അനുഭവം വരട്ടെ, എന്നിട്ട് ഞാൻ വിശ്വസിക്കാം. ഓ ശരി, നടക്കങ്ങോട്ട്. നേരെ ഒക്കെ നടക്കടാ. നടക്കാം. ചേച്ചി, ഞാൻ പറഞ്ഞതുള്ള കാര്യമാണ് കേട്ടോ. എന്ത് കാര്യം? പാറമടയിലെ കാര്യം. ഒന്ന് പോടാ അവിടെ. പക്ഷെ സത്യമായിട്ട് അവിടെ ഭയങ്കര നെഗറ്റീവ് എനർജിയാണ്. പോയേ യേശു, വേറെ എന്തെങ്കിലും പറയണെങ്കിൽ പറ. ഓ ശരി, വേറെ എന്തെങ്കിലും പറ. ചേച്ചി ഹായ്. ഹായ് ചേച്ചി, കല്ലുവിനെ കൊണ്ടുവന്നില്ലേ? കല്ലുവിനെ കൊണ്ടുവന്നില്ല, കല്ല് കുഴിപ്പള്ളത്ത്. കല്ലുവിനെ കൊണ്ടുവരാഞ്ഞെന്ത്? അതിനെ വിളിച്ചിട്ട് വരണ്ടേ അവള്? லெச்சு நீங்க இல்லாம ஏதோ மாதிரி இருந்தது. സിദ്ധു എവിടെ മോളെ? അവൻ കൊടുങ്ങല്ലൂർ എന്തോ പോയേക്കുവാ മോമ്മ, എന്തോ വണ്ടി നോക്കാൻ വേണ്ടി. എന്ത് വണ്ടി ചേച്ചി? എന്ത് വണ്ടിയാന്ന് അറിയാൻ പാടില്ല. അവന്റെ കൂട്ടുകാരനെ അവന്റെ വണ്ടി എന്തോ വിൽക്കാനിട്ടേക്കുന്നു. അപ്പൊ അതിന്റെ വിലയൊക്കെ എന്തോ നോക്കാൻ വേണ്ടി പോയതാ. നല്ല കാര്യം. ചേച്ചി, ഞാൻ പറഞ്ഞ കാര്യം ചേച്ചി അങ്ങനെ മനസ്സിലോട്ട് എടുത്തിട്ടില്ല എന്നെനിക്കറിയാം. കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലേക്ക് എടുക്കേണ്ട കാര്യങ്ങൾ മാത്രം മനസ്സിലേക്ക് എടുത്താൽ മതിയല്ലോ. ഈ പൊട്ട വിശ്വാസമൊക്കെ ആർക്ക് വേണം? ചേച്ചി പൊട്ട വിശ്വാസമൊന്നുമല്ല. പാറമടയിലെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ പാറമടയിലെ പമ്പ പ്രശ്നമാണ്. ഓ എടാ, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നീയാണിപ്പോ. ഓ ശരി, ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ എന്തുവാ കാര്യം പറ. എന്റെ അമ്മൂമ്മ ഈ മണ്ടങ്ങോണാപ്പി പറയാ പാറമടയിൽ പ്രേതശല്യം ഉണ്ടെന്ന്. ഇത് പൊട്ട കഥയൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കുവാ. ഇല്ല അമ്മൂമ്മ. കേട്ടിട്ടുണ്ടോ? അവിടെ ആരോ വീണ് മരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നമ്മള്? അതിപ്പോ കേക്ക് മാത്രല്ല, ഞാൻ ഡെഡ് ബോഡി കണ്ടിട്ടുമുണ്ട്. എന്നും പറഞ്ഞ് മരിച്ചാളുടെ പ്രേതം അവിടെ കിടന്ന് റോള് കളിക്കുവാണോ? അല്ലല്ലോ. ഓ വിശ്വസിക്കാതിരിക്കുവാണെങ്കിൽ വിശ്വസിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ഇവിടെ നിന്ന് പറയാൻ പറ്റും. രാത്രി അവിടെ പോയി നിൽക്കാൻ പറ്റൂ? നട്ടുച്ചക്ക് ഒരു മണിക്കൂർ അവിടെ പോയി ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ മാഡത്തിനെ കൊണ്ട്? ഹലോ, സാറെന്നെ വെല്ലുവിളിക്കുവാണോ? ഓ പിന്നെ വെല്ലുവിളിച്ചാ ഇപ്പൊ അങ്ങ് ഏറ്റെടുക്കും. ഏറ്റെടുക്കാനേ ഞാൻ റെഡിയാ. ഞാൻ പോയി നിക്കാം. ഓ പാറമടയുടെ അവിടെ രാത്രി ഞാൻ പോയി നിക്കാന്ന്. லெச்சு രാത്രിനാ? നട്ടരാത്രി 12 മണിക്കാ? 12 മണിക്കൊന്നും അവിടെ പോയി നിക്കാൻ എനിക്കൊണ്ട് പറ്റിയൊന്നുമില്ല. എനിക്ക് കിടന്ന് ഉറങ്ങണം. 8 മണിയാകുമ്പോ ഇരുട്ടാവുമല്ലോ. ഞാൻ 8 മണിയാകുമ്പോ പോയി നിന്നോളാം. പ്രശ്നം തീർന്നില്ലേ? 8 മണിക്കൊന്നും പോയി നിൽക്കണ്ട, ഒരു 7 മണിക്കൊക്കെ പോയാൽ നിന്നാ മതി. ഒരു മണിക്കൂർ ഒറ്റയ്ക്ക് നിൽക്കണം. പറ്റൂ? പറ്റും. ഓ പറ്റണ്ട. പറ്റുവെക്കാം. എന്ത് തരും? 500 രൂപ. ഉറപ്പാണോ? ഉറപ്പായിട്ടുണ്ട്. ഇന്ന് തന്നെ പോയി നിൽക്കണം. ഇന്ന് തന്നെ പോയി നിക്കാം. സെറ്റ്. லெச்சு
വേണോ ലച്ചു? ഒന്ന് പോയേ ആന്റി. ലച്ചു ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോവല്ലേ. എന്റെ അമ്മൂമ്മ, ഈ ലച്ചുവിനുണ്ടല്ലോ പേടി എന്ന് പറഞ്ഞ സാധനമില്ല, അതുപോലെ തന്നെ അന്ധവിശ്വാസം. ഞാൻ പോണ്ടേ, സമയം 7 മണിയായി. വെറ്റും വെച്ചിട്ട് അത്തരടിക്കാണോ? ശരി ശരി, മാളത്തെ കയറി ഒരു കാര്യം. എനിക്ക് 500 രൂപ തന്നേക്ക്, പ്രശ്നം കഴിഞ്ഞില്ലേ? ഡാ, നീ എന്തിനാ ചുമ്മാ കൊച്ചിനെ വെല്ലുവിളിക്കുന്നേ? അത് മര്യാദക്ക് അവിടെ കാണാൻ ഇരിക്കുവല്ലയോ? നിനക്ക് എന്താ കുഴപ്പം? അമ്മൂമ്മ, അത് ഞാൻ തുടങ്ങി വെച്ചല്ലോ. ചേച്ചി എന്നെ പോയിരുന്നോളൂ എന്നോട് പറഞ്ഞല്ലേ. പറഞ്ഞോണ്ട് ബെറ്റ് വെച്ചാണ് 500 രൂപ. അല്ല കുഴപ്പമില്ല അമ്മൂമ്മ, ഞാൻ വിട്ടു. ഇനിയിപ്പൊ ബെറ്റ് വെച്ചിട്ട് ചേച്ചി പേടിച്ച് വിറച്ച് ഒളിച്ചാത്തിരിക്കുകയാണെങ്കിൽ ഇരിക്കട്ടെ. ആര് പേടിച്ച് വിറച്ച് അകത്ത് ഒളിച്ചിരിക്കണം? അല്ല ചേച്ചി, ഓരോ ഒളിക്കലും ഇല്ല. ഞാൻ ഇപ്പൊ തന്നെ പോവും, നോക്കിയോ. പേടിയാണെങ്കിൽ പോണ്ട, കുഴപ്പമൊന്നുമില്ല. അതിന് ആർക്ക് പേടി? നിനക്ക് തോന്നണ്ടല്ലേ ചെറിയ പേടി ഉണ്ടാവുന്ന്? ഇല്ലേ? ഒരു പേടിയും ഇല്ല. അമ്മൂമ്മ, സമയം ഇപ്പൊ 7:30 ആയോളൂ. ഞാൻ ആദ്യം അവിടെ പോയി നോക്കട്ടെ. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങ് തിരിച്ചു വരും, അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ നിൽക്കും. കൊച്ചേ, നീ അങ്ങോട്ട് പോകണ്ട, അവിടൊക്കെ ഇഴജന്തുക്കൾ കാണും, നീ പോവണ്ട. എന്റെ അമ്മൂമ്മ, ഈ ഇഴജന്തുക്കളെക്കാളും പേടി എനിക്കിപ്പോ മനുഷ്യന്മാരെയാണ്. കയ്യിലേ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, കുഴപ്പമില്ല. ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഉണ്ട്. അമ്മൂമ്മ, ഇന്ന് ചന്ദ്രനെ കാണാനില്ലല്ലോ. കറുത്ത പാവാണാ? കറുത്ത പാവല്ല, ചുമന്ന പാവ്. മിണ്ട ഉറങ്ങണം, നിന്നോണം കേട്ടാ. ശരി ശരി ശരി. ചേച്ചി പോവാണോ? ആ, ഞാൻ പോവാ. 1 മണിക്കൂർ കേട്ടോ. 1 മണിക്കൂറാ? 1.5 മണിക്കൂർ ഞാൻ അവിടെ നിൽക്കും, നോക്കിക്കോ. 1.5 മണിക്കൂറോ? ആ ശരി ശരി ശരി. കൂട്ടിന് ഞാൻ വല്ലതും മറന്നോ? ഓടെ ചീള് ചെറുക്ക. അമ്മൂമ്മ, പോയിട്ട് വരാം. ലച്ചു, ലച്ചു, പുറകേന്ന് വിളിക്കണ്ട. നിനക്ക് വല്ല ആവശ്യമുള്ള കാര്യമായിരുന്നു ഇത് ആണോ? ഇവിടെ എന്താ കുഴപ്പം? ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോ കഥകളായിട്ട് വന്നോളൂ. പുതുമഴയായി വന്നു നീ പുളകം കൊണ്ട് പൊതിഞ്ഞു നീ.
ചേച്ചി ചേച്ചി വേറെ എണ്ണീച്ചില്ലേ? ഇല്ല. ചേച്ചി വിറയ്ക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ചേച്ചി പനി വല്ലതും ഉണ്ടോ? ഇല്ല പാറു, லெச்சு உனக்கு உடம்பு முடியலையா? കുഴപ്പമൊന്നുമില്ല ആന്റി. காய்ச்சல் எல்லாம் இல்லையே? നല്ല വിറയലുണ്ട്. വിറയ്ക്കുന്നൊന്നും ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. உனக்கு சூடான கட்டன் சாய் எடுக்கட்டா? നല്ലൊരു തീരുമാനമായിരിക്കും അത്. നല്ല ചൂടുള്ള എന്തെങ്കിലും കുടിക്കാൻ തരുമോ? ഓ ഇപ്പവേ കൊണ്ടുതരാം. ചേച്ചി നല്ല പാറമടയിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ അടുത്തൊന്നും മിണ്ടിയില്ലല്ലോ. ഞാൻ കഥ അടച്ചു നിൽക്കുവായിരുന്നല്ലോ. അത് പിന്നെ മനുഷ്യന് കിടന്ന് ഉറങ്ങണ്ടേ? ഉറങ്ങുമായിരുന്നാ? എണീറ്റില്ലേ ഇതുവരെ? അടുക്കളയിലോട്ടൊന്നും കണ്ടില്ലല്ലോ. ഭയങ്കര ശരീരം വേദനയും ക്ഷീണവും. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം. നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്. വിറയ്ക്കുന്നുണ്ടോ? അതിപ്പോ ഇപ്പൊ തണുപ്പൊക്കെ അല്ലേ അമ്മമ്മേ, അതിന്റെയാ. പിന്നെ ഇന്നലെ അവിടെ കുറെ നേരം നിന്ന് മഞ്ഞൊക്കെ കൊണ്ടതല്ലേ. അത് നീ ഒരുപാട് നേരം ഒന്നും അവിടെ നിന്നില്ലല്ലോ. കൂടെ പോയി കഴിഞ്ഞാൽ 15 മിനിറ്റ്. എന്തൊക്കെ ഡയലോഗ്! 1 മണിക്കൂർ നിക്കേച്ചി. 1.5 മണിക്കൂർ ഞാൻ നിക്കും. നീ എണ്ണി വെച്ചോളാൻ. എങ്ങനെ ഇരിക്കുന്നു? 1/2 മണിക്കൂർ നിന്നാ മതിയായിരുന്നു. 15 മിനിറ്റ്. എടാ ഞാൻ എന്തായാലും അവിടെ പോയില്ലേ. ഞാൻ അവിടെ പോയി 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബോറടിച്ച്. അപ്പൊ ഞാൻ തിരിച്ചിങ്ങ് വന്നു. എന്നാലും ചേച്ചിയുടെ ധൈര്യം സമ്മതിക്കണം. അവിടുന്ന് വന്നപ്പോ നല്ലപോലെ വിയർത്തായിരുന്നേ. പിന്നെ നീ അധികം സംസാരിച്ചതും ഇല്ല. അത് പിന്നെ ചൂടല്ലേ, അപ്പൊ ചൂട് കാരണം വേർക്കൂലേ മനുഷ്യൻ. ചേച്ചി എന്നല്ലേ ഇപ്പൊ നാക്കെടുത്ത് അങ്ങോട്ട് വളച്ചത്. ഭയങ്കര തണുപ്പായിരുന്നു. എടാ അവിടെ എത്തിയപ്പോ തണുപ്പുണ്ടായിരുന്നു, അവിടെ നിൽക്കുമ്പോഴും തണുപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇവിടെ വരെ എത്തുമ്പോ ആ ഗ്യാപ്പിന് ശരീരമൊക്കെ ഹീറ്റ് ആവുമല്ലോ. അപ്പൊ നമ്മൾ വേർക്കുമല്ലോ. പിന്നെ അത്രയും കിലോമീറ്റർ ഉണ്ടല്ലോ, കുറെ നടക്കുമ്പോ നമ്മള് വേർക്കാമ്മ. ശരിയാണ്. പിന്നെ ചേച്ചി ബെറ്റ് ഇപ്പോഴും വാലിഡ് ആണ്. കാരണം 1 മണിക്കൂർ എന്ന് പറഞ്ഞ് മുതലാളി ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടേ 15 മിനിറ്റ് അവിടെ നിന്നുള്ളൂ. അതുകൊണ്ട് ചേച്ചി എപ്പോ പോയി 1 മണിക്കൂർ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നോ അപ്പൊ 500 കൊടുത്ത് കൈ തരും. ഓൺലേ 500 രൂപ കിട്ടുന്ന കേസാണ്. എനിക്ക് വേണ്ട തന്റെ 500 രൂപ. ലெச்சு കട്ടൻ ചായ. ചേച്ചി ചേച്ചിയുടെ കൈ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടല്ലോ. അതെനിക്ക് ഇടയ്ക്ക് ഇതേപോലെ വിറയിലൊക്കെ വരും. ചേച്ചി പാറമട പോയി നിന്നപ്പോ ചേച്ചി പേടി തോന്നിയായിരുന്നാ? പേടിയാ? എന്ത് പേടി? അവിടെ മരപ്പെട്ടിയും കാട്ടുപൂച്ചയൊക്കെ ഉണ്ട്. എല്ലാത്തിനെയും കണ്ട് പേടിച്ചായിരുന്നോ നീ? അതിന് മരപ്പട്ടിനെയും കാട്ടുപൂച്ചനെയും ഒക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നല്ലോ, ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടല്ലോ. അതുങ്ങളൊക്കെ എന്തിനാ പേടിക്കണം? ഇന്നലെ കണ്ടായിരുന്നെങ്കിൽ കാണായിരുന്നു. അതിങ്ങനെ കടിച്ചു കീറിട്ട് പോയാല്. കാട്ടുപൂച്ചയും മരപ്പട്ടിയൊക്കെ ചേച്ചിയെ കണ്ടിട്ട് പേടിച്ചോടിക്കാണും. അതെ, എല്ലാം കൂടെ ചുറ്റി നിന്ന് ചൊറിയാണ്ട് പോകുന്നുണ്ടോ? லெச்சு எங்க ஊர்ல செல்வண்ணா சொல்லிட்டு ஒரு அண்ணா இருந்தாரு. அவர் ரொம்ப தைரியசாலி. அவரோட தைரியம் பார்த்துட்டு அவரோட ஃப்ரெண்ட் என்ன சொன்னாருன்னா, പ്രേതക്കഥയാണോ? பிரேதம் எல்லாம் இல்ல, கேட்டு பாரு, ரொம்ப அருமையா இருக்கும். அப்புறம் அவரோட ஃப்ரெண்ட் என்ன சொன்னாருன்னா, உனக்கு அவ்வளோ தைரியம்னா நீ ஒண்ணு செய். நீ போய் சுடுகாட்டுல நட்ட ராத்திரி 12 மணிக்கு போய் சாம்பல் எடுத்துட்டு வரணும். இவருக்கு ரொம்ப தைரியம் தானே. இவரு சொன்னாரு அதுக்கு என்ன, நான் போய் எடுத்துட்டு வரேன்னு. இவர் அப்படி போனாரு லெச்சு. சாம்பல் எடுத்துட்டு வந்தாரு. அதுக்கப்புறம் கதவை சாத்தி அப்படியே உட்கார்ந்தாரு. ஒண்ணுமே பேசல. அந்த பேசாதிருந்த அது எதனால பேசாம இருந்தானெல்லாம் எனக்கு தெரியாது. ஆனா யார்கிட்டயும் பேசல. அதுக்கப்புறம் எல்லாரும் போய் இப்படி கதவை ஓபன் பண்ணி பார்த்தப்போ பிசாசு பிசாசு சொல்லி இவர் ஓடிட்டு அப்படியே ഓടിനാറ്. ഇങ്ങനെ എത്ര സംഭവങ്ങളുണ്ട്. അവനോന്റെ കാര്യം നോക്കിയിരുന്ന അവനോന് തന്നെ കൊള്ളാം. நானும் கிச்சன்ல போட்டோம். ഇത് കൊണ്ടൊക്കെ എന്നെ ചൂട് പോയി. വേണ്ടമാ. എന്നാ പിന്നെ ഞാനും പറഞ്ഞു, കഴിക്കാൻ വല്ലതും ഉണ്ടോ? ചേച്ചി ഞാൻ അങ്ങോട്ട് പോട്ടെ. എവിടെ പോണു? അങ്ങോട്ട് കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് പോയാൽ മതി. എന്നാ ഓക്കേ. അവിടെ ഇരിക്കണേ. എന്താ ചേട്ടെ? ആ
ചേച്ചി? ഒന്നുമില്ല. ചേച്ചി നാളെ ഞാൻ പടവലത്തോട്ട് പോകണുണ്ട്. ചേച്ചിയോട് പറഞ്ഞ പടവലത്താ? ഓ നമുക്ക് രണ്ടു കൂടെ പോയിട്ടാ. നമുക്ക് രണ്ടുപേർക്കും കൂടെയാ? അല്ല അപ്പൊ നീ പറമ്പിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ ആ വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കണ്ടേ? ഞാനില്ല. ഞാനില്ല. ചേച്ചി വാ പോയിട്ട് വരാം. എല്ലാവർക്കും കൂടെ ആണെങ്കിൽ നമുക്ക് പോവാം. എന്നാ ഞാൻ വരാം ചേട്ടാ. നോക്കെ ഞാൻ രണ്ടുകൂടെ പോയിട്ട് വരാം. നിങ്ങൾ രണ്ടുപേരും കൂടെ പോണോ? ഓ അപ്പൊ പിന്നെ ഇവിടെ വേറെ ആരും ഉള്ളേ? ഇവിടെ അമ്മൂമ്മ തന്നെ എന്റെ ഇല്ലേ. അവരവരുടേതായ ജോലി തിരക്കിലല്ലേ, അങ്ങനെ പോവൊന്നും വേണ്ട. പോവാണെങ്കിൽ എല്ലാവർക്കും കൂടെ പോയാൽ മതി. ചേച്ചിക്ക് എന്തോന്ന് ചേച്ചി ഇത്? ചേച്ചിക്ക് എന്തോന്ന്? ഓ ഒന്നുമില്ല. ഫോൺ അടിക്കും. ഫോൺ എടുക്കണം. ചേച്ചിനല്ലേ? അതെന്റെ. എട്. എന്താടാ എന്ത് പറഞ്ഞു? ഞാൻ തിരക്കില ചേച്ചി, ഞാൻ പടം വരയ്ക്കുക. പടമൊക്കെ പിന്നെ വരയ്ക്കാം. ഇങ്ങ് വാ. ഞാൻ പടം വരച്ചിട്ട് വരാം. ഇങ്ങ് വാ. കളിക്കില്ല ചുമ്മാ. ചേച്ചി എന്ത് ചേച്ചി എങ്ങോട്ട് പോകാനാണ് വിളിക്കണേ കൊച്ചിനെ? എങ്ങോട്ടും പോവാനൊന്നും അല്ല, എനിക്ക് ആ റൂമിൽ നിന്ന് ഫോൺ എടുക്കാൻ വേണ്ടിട്ടാ. പോയ കൊച്ചിനെ വിളിച്ചോണ്ട് പോടാ. പോയി എടുത്തോണ്ട് വായിച്ചി. ആ എന്നാ നീ വാ. വാടാ നീ. പോയി ഫോൺ എടുത്തോണ്ട് വായിച്ചി. വാടാ. ചേച്ചിനെ കിളി പോയാ? എന്റെ എഴുക്കിളിക്ക് കുഴപ്പമൊന്നുമില്ല. ആ ചേച്ചി പിന്നെ ഇനി എന്താ ഒരു കാര്യം ടക്കര ഞാൻ ഓർത്തപ്പോ പറയണമെന്ന് തോന്നി. പിന്നെ ചേച്ചി കേക്കണ്ടെങ്കിൽ വേണ്ട. എന്താ പറഞ്ഞിട്ട് പോവും? ഓ എന്താ സംഭവമൊന്നുമില്ല. നമ്മുടെ ആ പാറമണയുടെ സൈഡില് ഈ പിള്ളേർ ഇടക്കിടക്ക് രാത്രി വന്ന് ചൂണ്ടയിടും. എന്ത് കാര്യത്തിന്? അവന്മാരുടെ ഒരു ഫണ്ണ്. വെളുപ്പിനെ 3 മണി വരെയൊക്കെ അവരോട് അങ്ങനെ ഇരിക്കും. ഇപ്പൊ അങ്ങനെ ഇരിക്കണ സമയത്ത് ഇടക്കിടക്ക് പേടിപ്പെടുത്തുന്ന ചില അസ്വാഭാവിക സൗണ്ടുകൾ, ശബ്ദങ്ങൾ അവർ കേട്ടിട്ടുണ്ടെന്ന്. എടാ ഈ പയ്യന്മാർക്കൊക്കെ വെളുപ്പിന് 3 മണിക്ക് നേരത്തൊക്കെ വീട്ടിൽ ഇരുന്നൂടെ? എന്തിനാണ് ഈ വെളുപ്പങ്കാലത്തൊക്കെ വന്ന് ചൂണ്ടിടാൻ നിക്കുന്നത്? അതൊരു ഫണ്ണ്. ഇനിയിപ്പൊ മീനെ കിട്ടിയെന്ന് വിചാരിച്ചോ? ഇവന്മാർ അടുത്ത ദിവസം തന്നെ കറി വെച്ച് കഴിക്കോ? ഇല്ലല്ലോ, ഫുൾ ടൈം കിടന്ന് ഉറക്കുമായിരിക്കില്ലേ? ഇനിയിപ്പൊ മീൻ കഴിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു 200 രൂപയ്ക്ക് മീൻ മേടിച്ച് കഴിച്ച എന്താണ് ഇവരുടെ കുഴപ്പം? അത് ശരിയാണ്. ആ അലർച്ചയും കരച്ചിലും ഒക്കെയാണ് അവർ രാത്രി കേൾക്കാറെന്നാണ് പറയാറ്. കേശു നമുക്ക് ഈ ടോപ്പിക്ക് വിടാം. അതെ ടോപ്പിക് ഇട്ടാ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കേട്ടപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഈ കരച്ചിലൊക്കെ കേട്ടവന്മാരെ 4 ദിവസമാണ് പനി പിടിച്ച് കിടന്നത്. ആ പിടിച്ചോണ്ട് പോയി മീനൊക്കെ അവിടെ നിന്ന് ചീഞ്ഞു പോയി. ഞാൻ ജസ്റ്റ് പറഞ്ഞതല്ലോ കേട്ടോ ചേച്ചി. ചേച്ചി ചേച്ചി ഡ്രാക്കുളനെ കണ്ടിട്ടുണ്ടോ? ഡ്രാക്കുളയെ കണ്ടിട്ടുണ്ടോന്ന്? ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ചേച്ചി എനിക്കില്ലേ ഒരു ചിത്രം വരയ്ക്കണം. ഡ്രാക്കുള കാട്ടിൽ ഇങ്ങനെ നിൽക്കുന്നു. അത് കണ്ടിട്ട് ഒരു പെൺകുട്ടി കരഞ്ഞോണ്ട് ഓടുന്നു. ലച്ചു എന്നാ ചൊനക്ക്? ഒന്നുമില്ല. ഒന്നല്ലേ? ഇല്ല. ഒന്നെ എന്റെ മനുഷ്യന്റെ ജീവൻ ഇപ്പൊ പോയനേല. நான் உன்னை கூப்பிட்டேன் அவ்வளவுதான். എന്താ എന്താ വേണ്ടേ? ஒன்னும் இல்ல, உனக்கு டீ வேணுமா கேட்க வந்தேன். വേണ്ട. ചേച്ചി ഉറങ്ങുമായിരുന്നു. ഉറങ്ങി. ഓ
എന്തുവാ? നീ ഇവിടെ ഇരുന്ന് പടം വരച്ചാൽ മതി. എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ പോവാ. ഞാൻ അങ്ങോട്ടൊന്നും വരൂല. എന്നെ പിടിക്കല്ലേ. ഉറങ്ങിയ ഉറങ്ങി ചേട്ടാ. പക്ഷെ പിച്ചുമ്പയൊക്കെ പറയുന്നുണ്ട്. ചിമ്പി കണ്ടോ എങ്ങനെ നടന്നിരുന്ന കൊച്ച. பாரமடையில போய் வந்ததுக்கு அப்புறம் தான் இப்படி எல்லாம் ஆயிருக்கு. பாரமடையில போய் வந்ததுக்கு அப்புறம் அவளோட ஃபேஸ் கவனிச்சிங்களா? ஒரு மாதிரியா இருந்தது. അത് തന്നെ വേറെ ഏതോ ലോകത്ത് എന്നതുപോലെ. യേശുവനെ, ഇതെന്തോ പ്രശ്നമാണ്. നമുക്ക് ഏതെങ്കിലും ഒരു മന്ത്രവാദിയെ വിളിച്ചാലോ? എന്നിട്ട് വേണേ അരവെട്ട് എന്നിട്ട് വേണം ഈ അരവെട്ട് മുഴുവട്ടാക്കാൻ അല്ലേ? ചേട്ടാ എന്നാ പിന്നെ കേക്കണില്ല കൊച്ചെ, ഒന്നുകൂടെ പറ. സൈക്കാട്രിസ്റ്റ്. ആരാ? സൈക്കാട്രിസ്റ്റ്. സൈക്കാട്രിസ്റ്റ്. അത് തന്നെ. സൈക്കാട്രിസ്റ്റിനെ ചേച്ചി കൊണ്ടുപോയി കാണിക്കണമെന്നാണോ? അത് വേണ്ടുവരും ചേട്ടാ. കണ്ണടച്ച് പിച്ചും പെയ്യൊക്കെ പറയുക. അതുമാത്രമല്ല, ബാത്റൂമിൽ പോകാൻ വരെ പേടിയാ. ആരെങ്കിലും കൂടെ പോണം. ഇതുകൊണ്ടാ പണ്ടുള്ളവര് പറയുന്നത് പാരാത്രിക്ക് ആറ്റുകടവിലും കുളക്കടവിലും ഒന്നും പോവരുതെന്ന്. അവിടെ അറുകൊലയും പോക്കുവരവും ഒക്കെ ഉണ്ടാവും. പോക്കുവരോ? ആരും ഒന്ന് പോയി. അങ്ങനെ വരുത്തുപോക്കൊക്കെ ഉണ്ട്. പാരാത്രിക്ക് വരും. അങ്ങനെ ആരൊക്കെ വീട്ടിൽ കിടന്ന് ഉറയും കൂടെ. മക്കളെ, അങ്ങനൊന്നും പറയാൻ പാടില്ല കേട്ടോ. യേശുമോനെ, ആരെയെങ്കിലും വിളിച്ചേ ഒന്ന് ഭസ്മം ഇടിപ്പിച്ചാലോ? കേശാണ് എല്ലാത്തിനും ஆமாண்டா கேசு, நீதான் எல்லாத்துக்குமே காரணம். தேவையில்லாம வெட்ட குற்றம் எல்லாம் வச்சிருந்தானே இப்படி ஆயிருக்குப்போ. അത് കൊള്ളാലോ. ഞാൻ ബെറ്റ് വെച്ചപ്പോ ചേച്ചിയുടെ ഉപബോധ മനസ്സ് എവിടെ പോയി? അല്ല പിന്നെ ഞാനും ഉണ്ടാ ബെറ്റിന്. എനിക്ക് പേടിയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട്. டேய் என்ன செய்யலாம்னு யோசிடா. ഞാൻ എന്തരാലോ, ഞാൻ എന്തായാലും ഇനി ചേച്ചി രാത്രി എങ്ങോട്ടും പോകത്തില്ല. സബ്കോൺഷ്യസ് മൈൻഡ്, പാരാസൈക്കോളജി എന്നൊക്കെ പറഞ്ഞ ടീമാണ് അകത്ത് പേടിച്ച് വിറച്ച് കിടക്കണത്. ഇനി டேய் காமெடி சொல்லாம என்ன செய்யலாம் யோசி. ഒറ്റ കാര്യമുള്ളൂ ചെയ്യാൻ. നിങ്ങൾ ഇവിടെ നിന്ന് മാറി തന്നാ മതി. ഒരു 15 മിനിറ്റ് ഞാൻ സെറ്റാക്കി തരാം. വേണ്ട ആശില്ല. അല്ല പിന്നെ ഞാൻ വിളിച്ചെങ്കിൽ പേര് ചാച്ചാ. എണീറ്റല്ല. അതാ എന്തോ ആരെയാ നോക്കുന്നേ? അല്ല, ഇവിടെ ആരാ വന്നേ? இங்க யாரும் வரல லட்சோ. എന്താ? അയ്യോ, നല്ല പനിയുണ്ടല്ലോ, ചൂടുണ്ട്. ஐயோ அப்படின்னா சுக்கு காப்பி எடுக்கட்டா? ഞാൻ എന്താ വരുന്നു. ആന്റി, ചുക്കാപ്പി എടുക്കണ്ട, നല്ല ചൂടുള്ള കഞ്ഞി എടുക്കും. இப்ப அம்மா சுக்கு காப்பி எடுக்கத்தானே போயிருக்காங்க. முதல்ல அது குடிக்கட்டும், அதுக்கப்புறம் கஞ்சி எடுக்கலாம். ആന്റി, ഇപ്പൊ കഞ്ഞി കൊടുക്കട്ട്, പിന്നെ ചുക്കാപ്പി കൊടുക്കാം. அப்படியா சொல்ற? சரி, அப்படின்னா நான் சுடு சுடா கஞ்சி எடுத்துட்டு வரேன். ചേച്ചി പോയി അവിടെ കിടന്ന് ഉറങ്ങും. ഞാൻ പോയി ഒന്ന് സ്പീഡാക്കിട്ട് വരാം.
എനിക്കറിഞ്ഞൂടാ. എന്നെ പിടിച്ചാ പിന്നെ ബോധം കെട്ട് വിട്. ചേച്ചി, 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 ലച്ചു ചേച്ചി. ചേച്ചി ചേച്ചി തമാശക്ക് ചെയ്തതാ. ഞാൻ മറ്റേ ഈ തമാശക്ക് മറ്റേ മുണ്ടിട്ടിട്ട് വന്ന് പേടിപ്പിച്ചിട്ട് ചേച്ചി 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 എഴുന്നേറ്റേ ചേച്ചി മാറി മാറി ശ്വാസം കൊറി മാറി 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 മോനെ മാറി ചേച്ചി ചേച്ചി തമാശക്ക് ചെയ്ത് ചേച്ചി തമാശക്ക് ചെയ്ത് തമാശക്ക് ചെയ്ത് ചേച്ചി ചേച്ചി ഞാൻ തന്നെ ചേച്ചിക്ക് പേടിയില്ലെന്ന് പറഞ്ഞപ്പോ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പേടിപ്പിച്ചതാ. ഇന്നലെ പാറമട അവിടെ നിന്നപ്പോ ചേച്ചി പേടിച്ചില്ലായിരുന്ന? ആ പേടിപ്പിച്ചത് ഞാൻ തന്നെ. എന്തേച്ചി എന്തേച്ചി